അക്ബർ ജാഅ മുഹമ്മദ് ജാഅ നബിയുല്ലാഹി. അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ് ജാഅ ഹബീബുല്ലാഹി. മദീനയിലെ ജനങ്ങൾ ഏറ്റവും വലിയ വിനയത്തിന്റെ വാക്കായ തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ട് അതാ റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നു. ആ നാട്ടുകാർ മുഴുവനും സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വരുന്നതിന്റെ 700 കൊല്ലം മുമ്പ് നബി തങ്ങൾക്ക് വേണ്ടി യമനിലെ രാജാവ് നിർമ്മിച്ചു വച്ച വീട്ടിൽ അതിന്റെ കൈകാര്യക്കാരനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നബി തങ്ങൾ താമസിക്കുന്നു. മദീനയിൽ വലിയ സ്വീകരണം. മദീനയിൽ എല്ലാ ജനങ്ങളും പല അൽബദ്റു ചൊല്ലിക്കൊണ്ട് സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ച് മദീനയിൽ ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത നിലക്ക് ജീവിക്കുമ്പോൾ പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട നബി തങ്ങളെ വഴിയിൽ നിന്ന് മടക്കി അയച്ചില്ലേ ശത്രുക്കൾ? ഈ വർഷം ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അടുത്ത വർഷം വരാം. വന്ന് ഉംറ ചെയ്താൽ 3 ദിവസം കൊണ്ട് തിരിച്ചു പോകണം എന്ന് തുടങ്ങിയ ഒരുപാട് നിബന്ധനകൾ വെച്ചുകൊണ്ട് ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ കഠിനമായ വിരോധമുള്ള വ്യക്തി പിന്നീട് മക്കയിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ഖുർആൻ പഠിപ്പിച്ചതുപോലെ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായിട്ടാണ്. ഇവിടെ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയില്ല. ഏത് ഭരണാധികാരികൾക്കും പ്രതിപക്ഷമുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷമേ ഇല്ല. ഒരു കുട്ടി പോലും പ്രതിപക്ഷമില്ല. അങ്ങനെ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുമ്പോൾ പണ്ട് നബി തങ്ങളോട് ശത്രുത കാണിച്ചവർ, നാട് കടക്കണമെന്ന് പറഞ്ഞവർ, കൊല്ലാൻ ശ്രമിച്ചവർ, അവരോട് ഒറ്റ പ്രഖ്യാപനം നടത്തുന്നു. ഇൻതലിഖൂ ഇദ്ഹബൂ വഅൻതും തുലഖാ. നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങളെല്ലാം മോചിതരാണ്, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് സമാധാനമാണ് പഠിപ്പിച്ചത്. ഈ ലോകത്ത് ശത്രുത പഠിപ്പിച്ചിട്ടില്ല, ഭീകരത പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 10 ലക്ഷം ഹദീസ് ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലുള്ളവർ ഇവിടെ 10 ലക്ഷം ഹദീസ് പഠിപ്പിച്ചപ്പോൾ ആ ഹദീസിൽ വെച്ച് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഹദീസ് സർവ മുഹദ്ദിസുകളും ആദ്യമായി അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ്, എന്റെ ശബ്ദം കേൾക്കുന്ന അമുസ്ലിമീങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് വിനയത്തോടെ ഞാൻ പറയുന്നു. മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ കോളേജുകളിൽ, അവരുടെ മദ്രസകളിൽ, അവരുടെ ദർസുകളിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ലക്ഷക്കണക്കായ നബിവചനങ്ങളിൽ ആദ്യമായി പഠിപ്പിക്കുന്നത് അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ. കണ്ടോ, പരസ്പരം കൃപ ചെയ്യുന്നവർ, പരസ്പരം കരുണ ചെയ്യുന്നവർ, പരസ്പരം സ്നേഹം കാണിക്കുന്നവർ, യർഹമുഹുർ റഹ്മാൻ, അല്ലാഹു തആല അവർക്ക് ഗുണം ചെയ്യും. എന്നിട്ട് പറയുന്ന വാക്കാണ് വളരെ ശ്രദ്ധേയം. ഇർഹമു മൻ ഫിൽ അർളി. ശ്രദ്ധിക്കൂ,
ഇർഹമു മൻ ഫിൽ അർളി, അതുകൊണ്ട് ജനങ്ങളെ, ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും നിങ്ങൾ കൃപ കാണിക്കുക. ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ യർഹംകും മൻ ഫിസ് സമാ, വാനലോകത്ത് സ്ഥിതി ചെയ്യുന്ന കോടിക്കണക്കായ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർള്, ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും എന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ അനുയായികൾക്ക്, മുസ്ലിം സമുദായത്തിന് ഒരിക്കലും ഭീകരവാദം പാടില്ല, തീവ്രത പാടില്ല. പിന്നെ ജിഹാദ്, ഇവിടെ ജിഹാദിന്റെ പ്രഖ്യാപനവുമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ജിഹാദ് എന്താണ് എന്നും ജിഹാദ് എന്ന പദത്തിന്റെ ഉദ്ദേശം എന്താണെന്നും എന്റെ ശേഷം വരുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിങ്ങളോട് സംസാരിക്കും. ബദർ, ഉഹദ്, ഹുനൈൻ, ഖന്തക്ക്, ഇങ്ങനെ ചില യുദ്ധങ്ങൾ ഇസ്ലാമിന്റെ ആളുകൾ, മുസ്ലിം സമുദായം നടത്തിയിട്ടുണ്ട്. ഇത് ഭീകരതയല്ലേ എന്ന് പറഞ്ഞു പരത്തുന്ന ചിലരുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞ ഒറ്റ വാക്കിന്റെ അർത്ഥം നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ നിർത്തും. സൂറത്ത് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ തുഖാതിലൂന ഖൗമൻ നകസു അയ്മാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മർറ. ബദർ യുദ്ധമല്ലേ ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ ഖുർആൻ പഠിപ്പിച്ചത്? പരിശുദ്ധ മക്കയിൽ ജനിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കയിൽ തന്നെയാണ് ശത്രുവായ അബൂജഹലും ജനിച്ചത്. അബൂജഹല് അവന്റെ ശിർക്ക് വാദം അവിടെ ഉന്നയിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ തൗഹീദ് ഉന്നയിക്കാൻ തീർച്ചയായും അധികാരമുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അതിമനോഹരമായ ഭരണഘടന എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എല്ലാ ജാതി മതങ്ങൾക്കും അവരുടെ മതവും ജാതിയും നിലനിർത്തി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താമെന്നല്ലേ? മറ്റു മതക്കാരെ ഹനിക്കാതെ, മറ്റു മതങ്ങളെ എതിർക്കാതെ, മറ്റു മതങ്ങളെ പരിഹസിക്കാതെ ഓരോരുത്തരും അവരുടെ മതം അനുസരിച്ച്